അപ്പോൾ ഇങ്ങനെ ഡിസ്കളറേഷൻ നോട്ട് ചെയ്യുന്ന സമയത്ത് അതൊരിക്കലും അവോയ്ഡ് ചെയ്യരുത്. നമുക്ക് ബോഡി ചില സിഗ്നൽസ് വരുമല്ലോ എപ്പോഴും. അപ്പോൾ ബോഡി അങ്ങനത്തെ ഒരു പല്ല് കേടായി തുടങ്ങുന്നു എന്നുള്ളതിന് പെയിൻ അല്ലാതെ വേറെ എന്തെങ്കിലും സിഗ്നൽസ് വരാറുണ്ടോ? പെയിൻ അല്ലാതെ കോമൺ ഒരു സിംറ്റം എന്ന് പറഞ്ഞാൽ പേഷ്യൻ്റ് റെഗുലറായിട്ട് ഫുഡ് ലോഡ്ജ്മെൻറ്റ്, അതായത് ഫുഡ് കയറിയിരിക്കുക, മെയിൻലി മീറ്റ് ഐറ്റംസ് ഒക്കെ കഴിക്കുമ്പോൾ ഫുഡ് കയറിയിരിക്കുന്ന പ്രശ്നം ഉണ്ടെങ്കിൽ മിക്ക കേസുകളിലും ആ കേട് പല്ലിൻ്റെ ഇടയിൽ ഉണ്ടായേക്കാം. ഇങ്ങനെ വരുമ്പോഴത്തേക്കും ഇമ്മീഡിയറ്റ്ലി ഒരു എക്സ്റേ എടുക്കുക, ആ കേടിൻ്റെ എക്സ്റ്റെൻറ്റ് മനസ്സിലാക്കുക എന്നുള്ളതാണ്. പിന്നെ അതിന് വേണ്ട ഒരു ട്രീറ്റ്മെൻറ്റ് ഡെൻറ്റിസ്റ്റ് സജസ്റ്റ് ചെയ്യുന്ന പോലെ എടുക്കുക. ഇതുകൂടാതെ പല്ലിൻ്റെ സൈഡിലായിട്ടൊരു പിമ്പിള് പോലെ കാണുക, അത് പൊട്ടി അതിൽ നിന്ന് പസ് റെഗുലറായിട്ട് വന്നുകൊണ്ടിരിക്കുക. അത് ഇടയ്ക്ക് വരും ഇടയ്ക്ക് പോവും. അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ആ പല്ല് മിക്ക കേസിലും ഇൻഫെക്റ്റഡ് ആയിരിക്കാം. അപ്പോൾ ഇങ്ങനത്തെ കേസിൽ ആ പല്ലിന് ചിലപ്പോൾ റൂട്ട് കനാൽ ചെയ്യേണ്ടി വന്നേക്കാം. പിന്നെ വേറൊരു കോമൺ സിംറ്റം എന്ന് പറയുമ്പോഴത്തേക്കും പേഷ്യൻറ്റിന് പണ്ട് കാലങ്ങളിൽ എന്തെങ്കിലും വീഴ്ച, എന്തെങ്കിലും ആക്സിഡൻറ്റ് ഉണ്ടായിട്ട് ഫ്രണ്ടിലത്തെ പല്ലിന് എന്തെങ്കിലും ട്രോമ ഉണ്ടായിരിക്കാം. ഇങ്ങനെ വരുമ്പോൾ ആ പല്ലിൻ്റെ ബ്ലഡ് സപ്ലൈ കട്ടാവുകയും പിന്നെ ഫ്യൂച്ചറിൽ ആ പല്ല് പയ്യെ ഡിസ്കളേർഡ് ആവാൻ തുടങ്ങും. അപ്പോൾ ഇങ്ങനെ ഡിസ്കളറേഷൻ നോട്ട് ചെയ്യുന്ന സമയത്ത് അതൊരിക്കലും അവോയ്ഡ് ചെയ്യരുത്. ഇമ്മീഡിയറ്റ്ലി ഡെൻറ്റിസ്റ്റിനെ കാണുക, ഒരു എക്സ്റേ എടുത്ത് നോക്കുക. ആ വേരിൻ്റെ അറ്റത്ത് ഇൻഫെക്ഷനോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമുക്കത് ട്രീറ്റ് ചെയ്ത് റൂട്ട് കനാൽ വഴി ആ ഇൻഫെക്ഷൻ ട്രീറ്റ് ചെയ്ത് പിന്നീട് ആ ഡിസ്കളറേഷൻ മാറ്റാനായിട്ട് വേറെ കോസ്മെറ്റിക് ട്രീറ്റ്മെൻറ്റ്സ് നമുക്ക് ചെയ്യാം.